ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ബജറ്റിനെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നമ്മൾക്ക് അതിൽ തുടങ്ങാം ചുരുക്കി. നമുക്ക് ഒരു സംസ്ഥാനത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഏറ്റവും മികച്ച ധനകാര്യ മാനേജ്മെൻറ്റ് സ്വാഭാവികമായും ആ ബഡ്ജറ്റിൻ്റെ ഭാഗമായി അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ധനകാര്യമന്ത്രി അത്തരത്തിലൊരു ബഡ്ജറ്റാണ് സ്വാഭാവികമായും അവതരിപ്പിക്കേണ്ടത്. ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ ആദ്യത്തെ വിമർശനം തന്നെ കഴിഞ്ഞ 7 വർഷം മുമ്പ് അധികാരത്തിൽ നിന്നും പുറത്തുപോയ UDF സർക്കാരിനെയും UDFനെയും അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രചാരണങ്ങൾ ഉൾപ്പെടുത്തിയ വിമർശനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഒരു ബഡ്ജറ്റാണ്. ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റേതായ ആധികാരികതയും പവിത്രതയുമുണ്ട്. ആ ബഡ്ജറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്സിനാണ് പ്രാധാന്യമുള്ളത്. വരവും ചെലവും അത് കൃത്യമായി കണക്കുകളുടെ പിൻബലത്തോടുകൂടി ഡിജിറ്റലായി നമുക്ക് പറയുവാൻ കഴിയും. ഓരോ ഡിജിറ്റിനെ സംബന്ധിച്ച് നമുക്ക് വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ എത്ര രൂപ വരുമാനം, എത്ര രൂപ ചിലവ് വരുന്നുണ്ട്, എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കുറേ കാലമായി സംസ്ഥാനത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി മൂലം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയെ സംബന്ധിച്ച് നമ്മൾ കുറേ കാലമായി ചർച്ച ചെയ്യുന്നു. ആ പ്രതിസന്ധി കടന്നു കയറാത്ത ഒരു മേഖലയുമില്ല. നമുക്കറിയാം, അന്നക്കുട്ടി അതുപോലെ മറിയക്കുട്ടിയും ഒക്കെ പരസ്യമായി രംഗത്ത് വന്നതും, അതുപോലെ തന്നെ പലരും കർഷകർ ആത്മഹത്യ ചെയ്തതും, നമ്മുടെ ഭിന്നശേഷിക്കാരനെ ആത്മഹത്യ ചെയ്തതും ഒക്കെ നമുക്കറിയാം. അപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും ആ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിന്, അത് മറികടക്കുന്നതിന് ഒരു സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമായി ആ ബഡ്ജറ്റിലൂടെ പറയേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇവിടെ തുടക്കത്തിൽ ഉൾപ്പെടെ മന്ത്രിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ പ്രസംഗം മാത്രമാണ്. നമുക്ക് കൃത്യമായി ഈ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ സംബന്ധിച്ച് എല്ലാവർക്കും ബോധ്യമുണ്ട്. ആ പ്രതിസന്ധി മറികടക്കുവാൻ, അതിനപ്പുറത്തേക്ക് കടന്ന് നമുക്ക് നമ്മുടെ സാമ്പത്തിക ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടുന്ന നടപടികൾ ഞങ്ങൾ ഇന്ന കാര്യങ്ങളിലൂടെ ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. നോക്കൂ, കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോയി 2016 പുറത്തു പോയതിന് ശേഷം UDFൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒന്നിലധികം തവണ UDFലെ ഓരോ കക്ഷികളും അതുപോലെ തന്നെ UDFലെ ഒറ്റക്കെട്ടായും ഇത്തരത്തിൽ ഇതിനെ സംബന്ധിച്ച് ധവളപത്രം പുറപ്പെടുവിക്കുകയുണ്ടായി സംസ്ഥാനത്തെ സാമ്പത്തിക സ്ഥിതിയെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ നമ്മൾ പരിപാലിക്കേണ്ട അഥവാ നമ്മൾ വ്യക്തത വരുത്തേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും അവസാനം ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിന് പോകും. സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തും വീഴ്ചകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ അവനവൻ്റെ ഭാഗം ക്ലിയർ ചെയ്തിട്ട് വേണമല്ലോ അത്തരം സമരങ്ങളിലേക്കൊക്കെ പോകാൻ. അപ്പോൾ ആ പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും, നമ്മുടെ സംസ്ഥാനം ഫേസ് ചെയ്യുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊന്നും ഈ ബഡ്ജറ്റിൽ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് തനിയാവർത്തനങ്ങളാണ്. പല കാര്യങ്ങളും പല പദ്ധതികളും ഇതിനെ സംബന്ധിച്ച് തനിയാവർത്തനങ്ങളായി മാത്രം പറയുന്നു. മുൻ സർക്കാർ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ചെലവുകളെ സംബന്ധിച്ച് ആ ചെലവ് നമ്മൾ ബഡ്ജറ്ററി പ്രൊവിഷൻ എത്രയുണ്ടായിരുന്നു, അതിൽ എത്ര ശതമാനം ഇതിനോടകം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പത്രസമ്മേളനം നടത്തി വളരെ കൃത്യമായി പറഞ്ഞു. അതിന് മറുപടി പറയുവാൻ ഈ സംസ്ഥാനത്ത് നിന്ന് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? സംസ്ഥാനത്തിൻ്റെ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? നമുക്ക് ഉദാഹരണമായി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളത് കാർഷിക മേഖലയിൽ 38 ബഡ്ജറ്റ് അലോക്കേഷൻ്റെ 38% മാത്രമാണ്. അതായത് 62% ഇപ്പോഴും അത്തരത്തിൽ ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഗ്രാമവികസന മേഖലയിൽ 46% ചിലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. സഹകരണ മേഖലയിലെ 92%, 91.16% ചിലവഴിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ജലസേന മേഖലയിൽ 65%, അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയെ സംബന്ധിച്ചും പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ പാക്കേജുകളൊക്കെ, ഇതൊക്കെ കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ ആ പ്രസംഗത്തിലുള്ള പല കാര്യങ്ങളും അതിൻ്റെ ചില തുകകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അതേ വാചകങ്ങൾ തന്നെ ആവർത്തിക്കുന്ന രീതിയിൽ ഇപ്പോൾ പാക്കേജുകളെ സംബന്ധിച്ച് പറഞ്ഞു. അത് ഇടുക്കി പാക്കേജ് ആയാലും വയനാട് പാക്കേജ് ആയാലും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം അലോക്കേഷൻ ഉണ്ടായിട്ടുള്ള ആ തുകകൾ പോലും വേണ്ട രീതിയിൽ വിനിയോഗിക്കാതെ അല്ലെങ്കിൽ അതിനുള്ള അവസരം ഉണ്ടാക്കാതെയാണ് പുതിയ പാക്കേജുകളെക്കുറിച്ച് പറയുന്നത്. ഇവിടെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ സർക്കാർ പറഞ്ഞു പോകുമ്പോൾ അവർ ഏറ്റവും എടുത്തു കാണിക്കുന്നതും കൊട്ടിഘോഷിക്കുന്നതും വിഴിഞ്ഞത്തെക്കുറിച്ചാണ്. 6000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വിഴിഞ്ഞം പദ്ധതിയും പോർട്ടുമായി ബന്ധപ്പെട്ട് നടത്തിയത് എന്ന് ഇവിടെ സമരം നടത്തിയ അന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി കുറിച്ച് വാതോരാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കൊച്ചിൻ മെട്രോ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങൾ. ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, നമ്മൾ സ്വാഭാവികമായും സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് കോൺട്രിബ്യൂഷൻ അഥവാ കൂട്ടുമെന്നോ അല്ലെങ്കിൽ ഉള്ളത് കൊടുക്കുന്നത് എപ്പോഴാകുമെന്നോ ഒക്കെ പറഞ്ഞിരുന്നു. ഒറ്റ അക്ഷരം അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. നോക്കൂ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ
അവരുടെ നയത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം. ഇവിടെ സ്വകാര്യ നിക്ഷേപം അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലും ടൂറിസം മേഖലയിലും അതിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്കൊന്ന് ഉന്നത വിദ്യാഭ്യാസം ഞാൻ ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ഞാൻ പറഞ്ഞു അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വന്ന അവസാനിപ്പിച്ചോട്ടെ. ഞാൻ പറഞ്ഞു വന്ന അവസാനിപ്പിച്ചോട്ടെ. അവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അത്തരത്തിൽ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസ് ഉൾപ്പെടെ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ എടുക്കും എന്ന് ഈ ബഡ്ജറ്റിൽ പറയുമ്പോൾ ആദ്യം മാപ്പ് പറയേണ്ട രണ്ട് വ്യക്തിത്വങ്ങൾ ഇപ്പോഴുമുണ്ട് ഈ സംസ്ഥാനത്ത്. ഒന്ന് ശ്രീ ടി പി ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ കരണക്കുറ്റിക്ക് അടിച്ചത് SFIയുടെ ഒരു നേതാവ് പരസ്യമായി അടിച്ചത് നമ്മൾ കണ്ടതാണ്. എന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകളും അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകളുടെ ക്യാമ്പസുകളും സംസ്ഥാനത്ത് വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സംബന്ധിച്ച് ഒരു സെമിനാർ നടത്താൻ കോളത്ത് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടായത്. ആദ്യം ബാലഗോപാൽ അദ്ദേഹത്തോട് മാപ്പ് പറയണം. മറ്റൊന്ന് CPM എപ്പോഴും ശ്രീ കുഞ്ഞിക്കണ്ണൻ ഉൾപ്പെടെ വാതോരാതെ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന്. ജീവിക്കുന്ന രക്തസാക്ഷിയായി CPMന്റെ ഒരു സഹപ്രവർത്തകൻ കണ്ണൂരിലുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തതാണ്. അദ്ദേഹം ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ശരിയാണ്. എന്തിന്റെ പേരിലാണ്? ഈ സംസ്ഥാനത്ത് സ്വാശ്രയ മേഖലകളിൽ കോളേജുകൾ തുടങ്ങാതിരിക്കാൻ വേണ്ടി നടത്തിയ സമരത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇപ്പോഴും ശയ്യാവലംബിയാണ്. അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് ഈ സഖാക്കന്മാർ പോകുന്നല്ലോ. നിങ്ങൾ പോയി അദ്ദേഹത്തോട് മാപ്പ് പറയണം. ആദ്യം ഒരു പാർട്ടി അംഗീകരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണ്ടേ ശ്രീ ജ്യോതികുമാർ ചാമക്കാല? അത് തുറന്നു പറയണം. ആ പാർട്ടി അംഗീകരിച്ചോളൂ. പക്ഷെ പാർട്ടി അംഗീകരിക്കുമ്പോൾ ആദ്യം ആ പുഷ്പന്റെ വീട്ടിൽ പോയി പുഷ്പന്റെ കാലിൽ തൊട്ട് തൊഴണം. ഈ ധനകാര്യമന്ത്രി, ഈ വിദ്യാഭ്യാസ മന്ത്രി അത് ചെയ്യണ്ടേ? തെറ്റിദ്ധരുത്തണ്ടേ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തൊരു വീഴ്ച നമുക്കൊപ്പമുള്ള CPMന്റെ പ്രതിനിധിക്ക് ഇതിന് മറുപടി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ താങ്കളിലേക്ക് എത്താം.